നമസ്കാരം, ബ്ലോഗേട്ടനാണ്. നമ്മുടെ കടപ്പുറത്ത് തന്നെയാണ് കേട്ടോ. ഒരു കാഴ്ച കാണിച്ചു തരാം. നമ്മൾ എപ്പോഴും കാണിക്കാറുള്ള ആ ഒരു മോട്ടോർ ഷെഡാണ് കേട്ടോ. ഇത് കാണിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ മോട്ടോർ ഷെഡ് ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥ കണ്ടോ. നമ്മൾ കുറച്ച് നാൾ മുന്നേ കാണിച്ചപ്പോൾ ഇതെങ്ങനെയായിരുന്നു എന്ന് ഓർമ്മയുള്ളവർക്ക് അറിയാം. അല്ലെങ്കിൽ ഞാനിവിടെ ഒന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം കേട്ടോ. അതായിരിക്കും നല്ലത്. ഞാനൊന്ന് കമ്പയർ ചെയ്ത് കാണിക്കാം, പഴയ വിഷ്വൽ കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്ക്. ഇതാണ് കുറച്ച് നാൾ മുമ്പ് ഞാൻ കാണിച്ച ഇതിൻ്റെ വിഷ്വൽ കേട്ടോ. ഇത് ശരിക്കും ഈ മോട്ടോർ ഷെഡും കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം, കുറച്ച് നാൾ മുന്നേ വരെ അവിടെയൊക്കെ പിള്ളേർ ഫുട്ബോൾ കളിച്ചിരുന്നതാണ്. ആ സ്ഥലമൊക്കെ പോയതാ. ഇപ്പോൾ ഈ മോട്ടോർ ഷെഡ് ഇത്രയും അടുത്തായിട്ടാണ്. അപ്പോൾ അതിപ്പോൾ എങ്ങനെയായി നോക്കിയേ, എത്രത്തോളം കടൽ കയറി വന്നിട്ടുണ്ട് നോക്കിയേ. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ട് കടലിൻ്റെ അടുത്ത് വീട് വെച്ചുകൊണ്ട് ആണ് വീട്ടിൽ വെള്ളം കയറുന്നത് അല്ലെങ്കിൽ വീട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ മോട്ടോർ ഷെഡിൻ്റെ ഒരു ഓസ് വരുന്നതാണ്ടോ. ഈ ഓസ് എന്താണെന്നറിയോ, ഇത് വെള്ളം വലിക്കാനുള്ള ഓസാണ്. അതായത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കോയൽ കിണർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വലിക്കാനുള്ള ഓസാണിത്. ഇത് കടലിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഏറ്റത്തിൻ്റെ സമയത്ത് ഇവിടെ വരെയൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇറക്കായതുകൊണ്ടാണ് അവിടെ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ കടലിൽ നിന്ന് എന്തായാലും വെള്ളം വലിക്കാനായിട്ട് ഇങ്ങനൊരു മോട്ടോർ ഷെഡ് ഇവിടെ പണിത് വെക്കില്ല. മാത്രമല്ല, ഈ മോട്ടോർ ഷെഡ് ഉപയോഗിച്ചിരുന്നത് പറമ്പിൽ ജലസേചനത്തിന് വേണ്ടി, അതായത് ഇവിടുത്തെ തെങ്ങുകൾക്കും ചെടികൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയാണ് ഈ മോട്ടോർ ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കടലിലെ വെള്ളം വലിച്ചെടുത്തിട്ട് എന്തായാലും ചെടികൾക്കോ തെങ്ങിനൊന്നും നനയ്ക്കില്ലല്ലോ, ഉപ്പുവെള്ളമല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളം കിട്ടിയിരുന്ന സ്ഥലമാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ് ഈ സംഭവം. അതായത് ഇവിടെ വലിയൊരു പറമ്പായിരുന്നു, ഏക്കർ കണക്കിന് പറമ്പുണ്ടായിരുന്നു ഇവിടെ. അതിൽ ഒരുപാട് ഏക്കർ കടലിൽ പോയിട്ടുണ്ട്. ആ പറമ്പിൽ നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റും അതിൻ്റെ ഒരു മോട്ടോർ ഷെഡുമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഓസാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് കണ്ടോ. അതുപോലെ ഈ കാണുന്നതൊക്കെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനാണ്. അതായത് ഇവിടെ റോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിലെ പൈപ്പ് ലൈൻ വന്നിരുന്നു. ആ പൈപ്പ് ലൈനാണ് അവിടെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണെങ്കിൽ BSNLൻ്റെ കേബിളാണ്. BSNLൻ്റെ ടെലിഫോൺ കേബിളാണ് കാണുന്നത്. കടലിലേക്ക് ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ BSNLകാർ കേബിളൊന്നും വലിച്ചിടില്ലല്ലോ. കണ്ടോ, ഇത് BSNLൻ്റെ ടെലിഫോൺ കേബിളാണ്. പൈപ്പ് ലൈൻ ഉണ്ട്, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. അതായത് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, ഇവരാരും കടലിനോട് തൊട്ടടുത്തോ വീട് വെച്ചവരല്ല. വീട് വെക്കുന്ന സമയത്ത് കടലും വീടും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഡിസ്റ്റൻസ് പിന്നെ ചുരുങ്ങി വന്നു. അതായത് ചുരുങ്ങി വരിക എന്ന് പറയുമ്പോൾ കടൽ കയറി വരികയാണ്. അല്ലാണ്ട് നമ്മൾ കടൽ കയ്യേറി അങ്ങോട്ട് പോവല്ല, കടൽ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതൊക്കെ അടുത്തായി പോയിട്ടുള്ളത്. ഇത് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം. എന്നാലും കുറേ പേരുണ്ട് കടൽ എന്താന്ന് പോലും അറിയാത്ത ചില ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഭയങ്കര കമൻ്റ് അടിക്കണതാണ്. അതായത് നിങ്ങൾ കടലിൻ്റെ അടുത്ത് കൊണ്ടിട്ട് വീട് വെച്ചിട്ടല്ല ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരോട് വേണ്ടി, അവർക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളത്. അവരോട് ഞാൻ പറയില്ല എന്ന് വിചാരിച്ചാലും അറിയാൻ താല്പര്യമുള്ളവർക്കൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അറിയണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്കതൊന്നും കേൾക്കണ്ട എന്ന് വിചാരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ റോഡ് പോയിരുന്നത് കേട്ടോ. അതായത് ഫസ്റ്റത്തെ റോഡല്ല, ഫസ്റ്റത്തെ റോഡ് ഇതാ കടലിൽ അങ്ങ് ദൂരെ ഒരു 10-200-300 മീറ്റർ അപ്പുറത്തായിരിക്കും. അതല്ലാണ്ട് പിന്നെ ഉണ്ടാക്കിയ റോഡ് പോയിരുന്നത് ഇതിലെയാണ്. അതിൻ്റെ അപ്പുറത്താണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇവിടെ ഒരു കാഴ്ച ഉണ്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് കടലിൽ കയറി വന്നു തുടങ്ങിയിട്ടാ. കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, നോക്കട്ടെ. തിര വരുന്ന കാരണേ അവിടെ കണ്ടോ ഒരു കാഴ്ച കണ്ടോ. അത് വെള്ളം ചാടി പോണതാട്ടാ. അതായത് ഇതിൽ ഇങ്ങനെ റോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പോയിരുന്നു. കണ്ടോ, ആ പൈപ്പ് ലൈൻ പൊട്ടിയിട്ട് വെള്ളം പോണതാണത്. ആ മണ്ണിൻ്റെ അടിയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. കുടിവെള്ളമാണ് പോണത്. കുടിവെള്ളം കടലിലേക്ക് ഇങ്ങനെ ലീക്കായി പോയിക്കൊണ്ടിരിക്കുക. കുടിവെള്ളം കടലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുണ്ടോ. എത്ര ലിറ്റർ കുടിവെള്ളമായിരിക്കും അറിയും ഇങ്ങനെ കടലിലേക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത് വെള്ളം ലീക്കാവുന്നതാണ്. അല്ലാണ്ട് ഞണ്ടും തെരണ്ടിയും മീനും ഒന്നും അല്ല കേട്ടോ. ഈ ഒരു അനക്കം കാണുമ്പോൾ സാധാരണ നമുക്ക് പെട്ടെന്ന് തോന്നും ആ മണ്ണിൻ്റെ അടിയിൽ എന്തോ ജീവിയുണ്ട്, ഞണ്ടോ അല്ലെങ്കിൽ തെരണ്ടിയോ എന്തോ സാധനം ഉണ്ട് എന്നൊക്കെ തോന്നും. അങ്ങനെയാണ് നമ്മൾ അകലെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ വന്ന് നോക്കുമ്പോൾ കറക്റ്റ് അറിയാം അത് വെള്ളം ലീക്കാവുന്നതാണ്. ഇതിൻ്റെ അടിയിൽ കൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ പോകുന്നുണ്ട്, അതിൻ്റെ വെള്ളം ലീക്കാവുന്നതാണ്. ഇങ്ങനെയാണ് റോഡ് വന്നിരുന്നത്. ആ റോഡ് ഇങ്ങനെ പോയിരുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൻ്റെ അടിയിൽ കൂടെ കുടിവെള്ള പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ പൊട്ടിയിട്ടാണ് ആ സംഭവം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പ്ലംബർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എന്തായാലും കുഴിച്ചിട്ട് അടക്കിൽ
പോസിബിൾ അല്ല. കാരണം കടലിലാണ്, തിരയടിക്കുന്നിടത്താണ്. അപ്പോൾ അവിടെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യണമെങ്കിൽ ആ പൈപ്പ് വരുന്ന സ്ഥലത്ത്, അതായത് എവിടെ നിന്നാണോ ഈ പൈപ്പ് വരുന്നതെന്നുള്ളത് ട്രേസ് ചെയ്തിട്ട് അവിടെ അത് ക്ലോസ് ചെയ്യണം, അവിടെ കട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. പക്ഷേ സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ നിശ്ചയമില്ല പൈപ്പ് ലൈൻ ഏതിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അടച്ചിട്ടില്ല, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എത്ര ലിറ്റർ വെള്ളം കടലിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. കുടിവെള്ളമാണ് ഈ പറയണത്. ഇവിടെ കുടിവെള്ളക്ഷാമം ഇപ്പോൾ അത്യാവശ്യം നല്ല രൂക്ഷമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ആ സമയത്ത് ഇങ്ങനെ കുടിവെള്ളം വേസ്റ്റായി പോകുന്നു. അതല്ല ഇപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് പറയുന്നത്, അതിലെ പൈപ്പ് ലൈൻ പോയിരുന്നു, അതിൻ്റെ അപ്പുറത്ത് വീടുകളുണ്ടായിരുന്നു. അതായത് ഈ റോഡ് ഇങ്ങനെ പോയിരുന്നു, അതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ കരയിലും വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതവിടെ വന്നത് കേട്ടോ. 2 ദിവസം അപ്പവും അത്തത്തിൻ്റെ അടുത്ത ദിവസവും ഒക്കെ ആയിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പമൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു മഴയുടെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട്. പുലർച്ചെയൊക്കെ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, നല്ല മഴക്കാരുണ്ട്. ഇവിടെയൊക്കെ ആകെ അങ്ങ് വെളുപ്പിച്ച് കളഞ്ഞു. നോക്കിയേ, ഇപ്പോൾ ഞാൻ നടക്കണത് ഇപ്പോൾ ഇറക്കായതുകൊണ്ട് എനിക്ക് ഇതിൽ നടക്കാം, അല്ലെങ്കിൽ അതിൽ കയറി നടക്കേണ്ടി വരും. അങ്ങോട്ടൊക്കെ അടിച്ച് കയറുന്നത് ഇവിടെയൊക്കെ കണ്ടോ, ഈ അടമ്പൊക്കെ കിടക്കുന്നതാണ്ടോ, ഇതിലൊക്കെ കടൽ കയറിയിട്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. എത്ര ദൂരം പോയിന്നറിയും. ഇപ്പോൾ വീടുകളെല്ലാം അടുത്തായി. കുറച്ചങ്ങോട്ട് നടക്കാം. ഇവിടെ ഒരുപാട് തെങ്ങുകൾ, തലപോയ തെങ്ങുകൾ നിന്നിരുന്നു. അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പോയി തീർന്നു. ഇനി കുറച്ച് തെങ്ങുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോയി. കടൽ കുറഞ്ഞു എന്ന് പറയാറായിട്ടില്ല. കാരണം ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ കടൽ ഒതുങ്ങണതാണ്. ഈ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ ചിങ്ങം 1 ഇന്ന് ചിങ്ങം 2. ഈ സമയത്തൊക്കെ നന്നായിട്ട് കടൽ ഒതുങ്ങി നമുക്ക് മീൻപിടുത്തക്കാർക്കും ഒക്കെ നല്ലോണം മീൻ കിട്ടുന്ന, വീശിക്കാർ വരെ വല വീശുന്നവർക്കൊക്കെ നല്ലോണം കടലിൽ നിന്ന് മീൻ കിട്ടുന്ന ഒരു സമയമാണ് ശരിക്കും. പക്ഷേ ഇത്തവണ കടൽ ഒതുങ്ങിയിട്ടില്ല. എന്തായാലും ആവുമെന്ന് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. ഇവിടെ ഒരു പൈപ്പ് നിൽക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം ഇതിലും വെള്ളം ലീക്കായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം വരുന്നില്ല. അത് അടച്ചോന്നറിയില്ല. എന്തായാലും ഇപ്പോൾ വെള്ളം വരുന്നില്ല കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. ഇവിടെ അല്ല, ഇവിടെ നിന്ന് കുറേ അങ്ങ് ദൂരെ കടലിൽ ഇവിടെ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. കൂടാണ്ട് അവിടെ കുറച്ച് വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പബ്ലിക് ടാപ്പ് ഉണ്ടായിരുന്നു, വെള്ളം എടുക്കാനുള്ളൊരു പബ്ലിക് ടാപ്പ് ഉണ്ടായിരുന്നു. അങ്ങോട്ടുള്ളൊരു പൈപ്പ് ലൈനാണ് ടാപ്പ് പോണത്. അപ്പോൾ അതൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ വെള്ളം ലീക്കായി പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അതിപ്പോൾ പോകുന്നില്ല. ഇനിയിപ്പോൾ വെള്ളം പ്രഷർ ഇല്ലാണ്ടാണോ അതോ അത് ക്ലോസ് ചെയ്തോന്ന് അറിയില്ല. എന്തായാലും അത് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എന്താ അവസ്ഥ, എത്ര വീടുകളുണ്ടായിരുന്ന സ്ഥലമാണെന്നറിയോ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്നിട്ട് ഇപ്പോഴും ചിലരൊക്കെ ഉണ്ടല്ലോ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമാവും. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാലും പിന്നെയും പറഞ്ഞു പോവുക. കാരണം നമ്മൾ ഈ കടപ്പുറം കയ്യേറിയിട്ട് വീട് വെച്ചവരൊന്നല്ല. ഇവിടെയൊക്കെ ശരിക്കും ആധാരവും പട്ടയവും എല്ലാ സംഭവങ്ങളും ഉള്ള, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള, നികുതി അടയ്ക്കുന്ന ഭൂമിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വീടുകൾ പണിതിട്ടുള്ളതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവിടെ വീടുകൾ വന്നിട്ടുള്ളത്. വീടുകൾക്ക് നമ്പറുണ്ട്, കറണ്ട് കണക്ഷനുണ്ട്, വാട്ടർ കണക്ഷനുണ്ട്, എല്ലാവിധ സംഭവങ്ങളും ആയിട്ട്, അതായത് എല്ലാ അംഗീകാരങ്ങളോടും കൂടി ജീവിച്ചിരുന്നവരാണ്. അല്ലാതെ കയ്യേറ്റ ഭൂമിയിൽ കുടിൽ വെച്ച് കെട്ടിയോ അല്ലെങ്കിൽ അനുമതിയില്ലാതെ വീട് പണിതോ ഒന്നും താമസിച്ചിരുന്നവരല്ല. അപ്പോൾ അങ്ങനെയുള്ള വീടുകളാണ് ഇവിടെ നശിച്ചു പോയിട്ടുള്ളത്. അതിനൊന്നും യാതൊരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ഭൂമി, അതിലെ തെങ്ങുകൾ, മറ്റ് വൃക്ഷങ്ങൾ, വരുമാന മാർഗങ്ങൾ, ഇതിനൊന്നും ഒരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. ആകെ ഇപ്പോൾ നമ്മൾ പറയും, ചിലരൊക്കെ പറയും ഇവിടെ ഓരോ കടലാക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾക്കും കടലിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ് നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും സൗജന്യ റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് കുറേ. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ നമുക്ക് കിട്ടുന്നില്ല, ഒരു കാര്യവും കിട്ടുന്നില്ല. ആകെ കൂടെ പുനർഗേഹം എന്ന് പറഞ്ഞൊരു പദ്ധതിയിൽ 10 ലക്ഷം കൊടുത്തിട്ട് കുറച്ച് പേരെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതായത് എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവർ പണിത വീടും ഇവിടുത്തെ പറമ്പും എല്ലാം ഉപേക്ഷിച്ച് പോയിട്ട് ഈ 10 ലക്ഷം കൊണ്ട് പോയിട്ട്
വേറെ എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കാണെങ്കിലും ഇവിടെ കടൽ തീരത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും ആകെ ഗവൺമെൻറ് തലത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരേ ഒരു കാര്യം. അല്ലാതെ അതിൽ കൂടുതൽ ഇവിടെ വർഷാവർഷം ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നൊന്നുമില്ല. അത് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്ന് വർഷാവർഷം ആനുകൂല്യം മേടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. അങ്ങനെ യാതൊന്നും കിട്ടുന്നില്ല. ഈ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ആകെ ആ പ്രളയ സമയത്ത് മാത്രമാണ്. പ്രളയത്തിൻ്റെ സമയത്ത് അവരുടെ വള്ളവും എഞ്ചിനും അവരുടെ ജീവനും ഒക്കെ നോക്കാതെ അതെല്ലാമായിട്ട് വന്നിട്ട് നിങ്ങളിൽ പലരെയും രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊക്കെ വലിയ സംഭവമായിരുന്നു. മത്സ്യത്തൊഴിലാളികളെ കേരളത്തിൻ്റെ സൈന്യം എന്നൊക്കെ വിളിച്ചിട്ട് അഭിനന്ദിച്ചു. പക്ഷെ ആ വിളി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഒന്നുമില്ല. അതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്നാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ജനങ്ങളാണെങ്കിലും നമ്മളെ കുറ്റം പറയാനും അതുപോലെ തന്നെ ഇതുപോലെ വിമർശിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ ഇപ്പോൾ. പക്ഷെ അന്ന് വേണമായിരുന്നു, ഞങ്ങളെ വേണമായിരുന്നു, മത്സ്യത്തൊഴിലാളികളെ വേണമായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്നൊക്കെ പറയുമല്ലോ, ആ സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ശരി കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ 7, 7:30, 7:45 ഒക്കെ ആയിട്ടുണ്ട് സമയം. ഇന്നൊരു മഴക്കാരും ഒക്കെ ഉള്ളൊരു മൂടി നിൽക്കുന്നൊരു ദിവസമാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും എന്തോ ന്യൂനമർദ്ദവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലോ ഒക്കെ മഴ വീണ്ടും വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും കടൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഒതുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ശരി കേട്ടോ, തിരിച്ചു പോട്ടെ. ജസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊന്ന് കമ്പയർ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാവും കാര്യം. അപ്പോൾ അതുകൊണ്ടാണ്. ശരി എന്തായാലും.